ഏട്ടാ. വർഷയാണല്ലോ വിളിച്ചത്. അതൊരു തോന്നലായിരുന്നു എന്ന് വിശ്വസിക്കണമെങ്കിൽ വർഷയുടെ മരണം സംഭവിച്ചെന്ന് തെളിവ് കിട്ടണ്ടേ? മരിച്ചുപോയവരുടെ ആത്മാക്കൾക്കാണല്ലോ വിളിച്ചെന്നും പറഞ്ഞെന്നൊക്കെ തോന്നിപ്പിക്കാനാവുക. വർഷ മരിച്ചിട്ടുണ്ടാവൂ? അതോ ജീവനോട് അവളിപ്പോഴും എവിടെയെങ്കിലും ഒളിച്ചിരിക്കായിരിക്കോ? വർഷേ, വർഷ, വർഷേ, ഇല്ല, അവളിവിടെ എങ്ങും വന്നിട്ടില്ല. ആ കിഴവിയുടെ അവസ്ഥ എന്തായിരിക്കും? നിരഞ്ജനെ കൊല്ലുന്നതിന് ഏക ദൃക്സാക്ഷി ആ തള്ളം. ഞാൻ അവരുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് അവര് മറക്കില്ല. ആശുപത്രിയിൽ വെച്ച് ജീവനെടുക്കാൻ ശ്രമിച്ച കാര്യം അവർക്ക് ഓർമ്മ കാണാം. അപ്പോ ആ നാവൊന്ന് ചലിപ്പിക്കാൻ കഴിഞ്ഞാ ഞാൻ പിടിക്കപ്പെടും. വന്ദന വർഷെ താലി കെട്ടുന്നതിന് മുമ്പ് തന്നെ എന്നിലെ ക്രിമിനലിനെ കണ്ടെത്തിയോളാ വന്ദന. വന്ദനയുടെ ഭർത്താവായ ജഗനും ഞാനൊരു നോട്ടപ്പുള്ളിയാ. വർഷയുടെ ഭർത്താവ് എന്ന പരിഗണനയിൽ അവരിപ്പോ എന്നെ വെറുതെ വിട്ടിരിക്കുക. ഇപ്പോ വർഷയും കൂടി ഇല്ലാതായതോടെ ഞാൻ അവർക്ക് തീർത്തും അന്യനാണ്. ആ സ്ഥിതിക്ക് എന്നെ കൊടുക്കാൻ വേണ്ടതൊക്കെ അവര് ചെയ്തിരിക്കും. സൂക്ഷിക്കണം. എനിക്കെതിരെ ശക്തമായ തെളിവുകളായി കിടക്കുന്ന ആ കിളവിയെ വേണം സൂക്ഷിക്കാൻ. ആര് വരുന്നു ആര് പോകുന്നു എന്നൊക്കെ എനിക്കറിയണം. ആരും അറിയാതെ ആ പടുകിളവിയെ നിരീക്ഷിക്കാൻ അവരുടെ മുറിയിൽ ഒരു രഹസ്യ ക്യാമറ വെക്കണം. വർഷയുടെ ഭർത്താവ് എന്ന നിലയിൽ മാധവ് നായരുടെ വീട്ടിൽ തങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും എനിക്കുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ മറവില് ക്യാമറ സ്ഥാപിക്കണം. എടാ മനോജെ, മര്യാദയ്ക്ക് ഞാൻ എടുത്ത പണം തന്നോണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചാവും. ചത്തോ? വർഷയുടെ ചാക്കാലയുടെ കൊടുത്തി ഇതുടങ്ങ് കവർ ആയിക്കോളൂ. നിക്കണോടെ, ഈ പണം കൂടി നിനക്ക് ദൂർത്തടിക്കാന്ന് കരുതണ്ട. പണം ഈ പ്രകാശന് വേണം. പൈസ തരത്തില്ല. ഞാൻ എടുത്ത കാശ. ഈശ്വര,
പണത്തിന് പകരം പേപ്പർ കഷ്ണങ്ങളോ? പണം മോഷ്ടിക്കാൻ ശ്രമിച്ച ചരിത്രമുള്ളവനല്ലടാ നീ. നീലടാ പണം എടുത്ത് മാറ്റിയത്. ഞാൻ പണം എടുത്ത് മാറ്റിയെങ്കിൽ പണത്തിന് വേണ്ടി പിടിമിൽ കൂട്ടുന്ന കാര്യമുണ്ടോടാ? ആ, അതൊക്കെ നിന്നെ സംശയിക്കാതിരിക്കല്ല നിന്റെ അടവാ. പണം അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ ചേട്ടനോട്ട് മോശമല്ലല്ലോ. ആ, പണം എടുത്ത് മാറ്റിയതിൽ സംശയിക്കാതിരിക്കാൻ ചേട്ടനും പിടിമിലേക്ക് വന്നതല്ലേ? പണം മാറ്റിയത് നിങ്ങൾ രണ്ടുപേരും അല്ല,